Good afternoon, sir. Steve, good afternoon. Good afternoon, sir. Okay, Ramya, good afternoon. Yes, let us start. Let us start. Okay, Sajana. Very good, very good. Anybody doing prayer? Yes. Signing on. Thought of the day. I'm prayer. Yes. കരുണാതൻ കാതലേ കൈതൊഴാം സ്നേഹക്കരളേ ദൈവമേ കൈതൊഴാം മഹിമാതൻ കോവിലേ കൈതൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം ഒരു ചേറു കൈത്തിരേന്തി ഞാൻ അരികിലായ അർച്ചനയ്ക്കെത്തവേ അഖില പ്രകണ്ഡ പ്രകാശമേ മാപ്പു നീ നൽകണേ ഈശ്വരാ. Yes, very good, very good, very good, Aji. Ramya, yes. Start ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ച്, ടെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടെൻസിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പ്രസന്റ് പെർഫെക്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 3-5 4 കുറിച്ച് നമ്മൾ പറഞ്ഞു. യെസ്, ഇനി നമുക്ക് അതിനകത്ത് അവശേഷിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്, അതിനെ കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് അപ്പൊ നമുക്കറിയാം, സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെൻസ് ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു സെന്റൻസ് ഞാൻ പറയുന്നു. സെന്റൻസ് ഇതാണ്: ഷീ ഹാഡ് ടേക്കൺ ദ ബുക്സ്. ഷീ ഹാഡ് ടേക്കൺ ദി ബുക്സ്. ഇതാണ് പറഞ്ഞിട്ടുള്ള വാചകം. ഷീ ഹാഡ് ടേക്കൺ ദ ബുക്സ്. യെസ്. അപ്പൊ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു വാചകമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നോക്കി, സബ്ജക്റ്റ് ഷീ ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉണ്ട്, പിന്നെ
ടേക്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ ടേക്കൺ ഉണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ രണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്കിത് പറയാം, ഇത് എന്ത് ടെൻസ് ആണ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ പാസീവ് വോയിസ് എടുക്കുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് കഴിഞ്ഞ്, അല്ല സോറി, ഓബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് ബീൻ ചേർത്ത് പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക. നേരത്തെ നമ്മള് പ്രസന്റ് പെർഫെക്റ്റിന്റെ പഠിച്ചപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം ബീൻ പറഞ്ഞു. ചെറിയ വ്യത്യാസമാണ്. ഈ ഹാസ് അല്ലെങ്കിൽ ഹാവിന് പകരം അത് ഹാഡ് ആക്കുക. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഒന്ന് നോക്കാം. ഷീ ഹാഡ് ടേക്കൻ ദ ബുക്സ്. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെ. ഒബ്ജക്റ്റ് ഏതാണ്? ദ ബുക്സ് കിട്ടി. ഹാഡ് ബി, ദ ബുക്സ് ഹാഡ് ബി. അത്രയും വരെ ഓക്കെ. ഇനി വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിൽ തന്നെ തന്നിരിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കാരണം ഹാഡ് കഴിഞ്ഞാൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് എഴുതിയാൽ മതി. ടേക്കൻ ദ ബുക്സ് had been taken by her. Had been taken by her. Simple അല്ലേ? വെരി 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 സിമ്പിൾ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോ ആദ്യം ഓബ്ജക്റ്റ്, OBJECT ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ്, HAD ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം ബി പ്ലസ് BEEN ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബി പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇതിന്റെ അകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? അവൾ പുസ്തകം എടുക്കുകയാണ്. അവൾ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു? പുസ്തകം. എന്ത്, ആരെ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ദ ബുക്സ് ഹാഡ് ബീൻ ടേക്കൻ, ഷീ എന്നുള്ള അങ്ങോട്ട് വരുമ്പോ ഹെർന്നാവും. ഹാഡ് ബീൻ ടേക്കൻ ബൈ ഹെർ. ഓക്കെ, യെസ്. അടുത്തൊരു വാചകം ഞാൻ പറയാം, എഴുതിക്കോളൂ. They had finished, FINISHED, finished their, THEIR, their work, WORK, work. I will repeat the question. They had finished their work. രണ്ടാമത്തെ ചോദ്യം. Somebody had opened, OPENED, opened the door. Somebody had opened the door. Okay, രണ്ടെണ്ണം എഴുതിക്കോളൂ.
നവമി, ഗുഡ് ആഫ്റ്റർനൂൺ. കുറെ നാളായോ കണ്ടിട്ട്? ആ സാർ കുറച്ച് നാളായി. യെസ്, ഓക്കെ 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 ഓക്കെ. ഞാൻ ഈ ട്രെയിനിങ്ങിനെ കയറിയോട് തന്നെ കയറി സ്റ്റാഫായിട്ട്. അപ്പൊ ക്ലാസ് സ്കൂളിലാണ്. അപ്പൊ കയറാൻ പറ്റില്ല. തൃശ്ശൂർ തന്നെ, അവിടെ വീടിനടുത്ത് തന്നെയാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് ഏതാണ്ട് ഒരു ഡിസംബറോട് കൂടി അവസാനിക്കുമെന്ന് വിചാരിക്കാം. MT10 MT9 ഈ മാസം അവസാനിക്കുകയാണ്. അനീഷ, അമീഷ, തസ്നീം. ആ ശരി, അന്ന് വായിച്ചോളൂ. ആദ്യത്തെ വായിച്ചോളൂ. ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചോളൂ. They had finished their work. Answer. The works had been finished by them. Their works ആക്കണം. THIR their works had been finished by them. Their works had been finished by. Okay okay. Tasneem Bibi. Somebody had opened the door. The door had been opened by somebody. Very good. This door had been opened by somebody. Next. They had locked, LOCKED. They had locked the door. Someone had seen them, SEN, seen them. Someone had seen them. They had killed, KILLLED, killed him. They had killed him. Okay, very good. സർ എന്താ ഒന്ന് പറയൂ? ഞാൻ നേരെ എഴുതി കഴിഞ്ഞപ്പോ. എങ്ങനെ ചെയ്തതാണ്? അതെ അതെ. യെസ്. ഈ തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തോട്ടെ. ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ് ഓബ്ജക്റ്റ്. അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് എഴുതുക. BEN, ബീൻ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് എഴുതുക. പിന്നെ ഷീ എന്നാണെങ്കിൽ ഹെയർ എന്നാക്കുക. ദേ എന്നാണെങ്കിൽ ദം എന്നാക്കുക. എന്നാണെങ്കിൽ ഹിം എന്നാക്കുക. വി എന്നാണെങ്കിൽ അസ് എന്നാക്കുക. ഐ എന്നാണെങ്കിൽ മീ എന്നാക്കുക. തൊട്ട് മുന്നില് ഒരു ബൈ കൂടി ചേർത്ത് നമുക്ക് പറയുന്നത് പാസീവ് വോയിസ്. ഫസ്റ്റത്തെ എന്തായിരുന്നു? They had locked അല്ലേ? They had locked the door. Okay okay. Thank you, Rajisha. Okay.
അപ്പൊ രജീഷ് ആദ്യത്തെ വായിച്ചോളൂ. സാർ എന്റെ പേര് രേഷ്മ എന്നാണ്. വായിക്കട്ടെ സാർ? യെസ്, വായിച്ചോളൂ. They had locked the door. The door had been locked by them. Very good. Yes, okay. The door had been locked by them. Okay. ഇനി അടുത്തത് ബുഷ്ര. Yes, sir. വായിച്ചോളൂ. Someone had been them. They had been seen by someone. Someone had seen them. അല്ലേ? Had seen them. They had been seen by someone. Very good. They had been seen by someone. Very good. Sajana. Sir. വായിച്ചോളൂ. They had killed him. He had been killed by them. Okay, he had been killed by them. Okay, very good. അപ്പൊ ഇതോടുകൂടി പാസീവ് വോയിസ് എന്ന് പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടെൻസ് എന്നുള്ള സംഗതി അവസാനിപ്പിച്ചു കേട്ടോ. യെസ്, അപ്പോ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരും കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസിന്റെ സ്ട്രക്ചർ: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസിന്റെ ഓരോ ടെൻസിനും ഓരോ രീതിയിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് എടുക്കുകയാണ്, ഗോ, പോവുക. സിമ്പിൾ പ്രസന്റ് ആവുമ്പോ പോകാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോ പോയി. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോ പോകും. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോ പോവുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പോവുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോ പോവുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോ പോയി കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഓരോ ടെൻസും ഒരു വാക്കിന്റെ വ്യത്യാസം വരും. ഇനി ഈ ഒരു വാക്ക് നമുക്ക് അതിന്റെ എല്ലാ ടെൻസുമുള്ള നെഗറ്റീവ് വാചകം നമുക്ക് നോക്കാം. പോവുക അങ്ങനെ എടുക്കണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പോകാറില്ല. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പോയിട്ടില്ല. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞിട്ടില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകുമോ? പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കുമോ? യെസ്. അപ്പൊ അങ്ങനെ ഓരോ ടെൻസിലും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഏത് വേടാണോ വേണ്ടത് വേടാണോ പഠിച്ചെടുത്താൽ മതി. യെസ്. അപ്പൊ ആ ടെൻസും അതിന്റെ സ്ട്രക്ചറും കൂടി അറിഞ്ഞിരിക്കണം. ഇത് സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ഐഎൻജി, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐഎൻജി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ ബി പ്ലസ് വെർബ് പ്ലസ് ഐഎൻജി,
Present perfect, subject plus has അല്ലെങ്കിൽ have verb past participle. Past perfect, subject plus had plus verb past participle. Future perfect, subject plus will അല്ലെങ്കിൽ shall have verb past participle. Present perfect continuous, subject plus has അല്ലെങ്കിൽ have been verb plus ing. Past perfect continuous, subject plus had plus been plus verb plus ing. Future perfect, subject plus will അല്ലെങ്കിൽ shall have plus been plus verb plus ing. ഇങ്ങനെയുള്ള ഈ 12 ടെൻസിന്റെ ഫോം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഗതി അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ചാപ്റ്റർ കൂടി അവശേഷിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, യൂണിറ്റ് നമ്പർ 11. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. Now we are going to discuss direct and indirect. Okay, Sujita? Yes. അവിടെ നമുക്ക് ഈ സ്ട്രക്ചർ അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, എന്നറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ച് പറയണം. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം വേറൊരു സ്ഥലത്ത് ചെന്ന് പറയുന്നതിനെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഞാനിപ്പോ സുജിതയോടൊരു കാര്യം പറഞ്ഞു, ഞാൻ സുജിതയോട് പറഞ്ഞ കാര്യം സുജിതയ്ക്ക് ഇത് വീട്ടിൽ ചെന്ന് മറ്റൊരാളോട് പറയും. അപ്പൊ എങ്ങനെ പറയും? ഞാൻ സുജിതയോട് പറഞ്ഞത് ജിനി ജോണി കേട്ടിട്ട് ജിനി ജോണിക്ക് അത് വേറൊരാളോട് പറയാം. യെസ്, അങ്ങനെയും പറയാം. അപ്പൊ 2-3 രീതികളിൽ നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു തമാശക്കായിട്ട് പറയുന്നതാണ്. രാവിലെ തന്നെ ഒരു കുട്ടി വായിക്കുക. അപ്പൊ വായിക്കുമ്പോൾ ആ കുട്ടി ഉറക്കം വായിച്ച ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വായിക്കുന്ന ഇതാണ്, മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറഞ്ഞ് വായിക്കുന്നു. മൈ ഹെഡ് ടീച്ചറിന്റെ തല. കാരണം തലേന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ എഴുതിയത് അങ്ങനെയാണ്, മൈ ഹെഡ്, എന്റെ തല, എന്റെ തല എന്ന് പറഞ്ഞു. കുട്ടി എന്ത് വിചാരിച്ചു? എന്റേത് ടീച്ചറല്ല പറയണത്, അപ്പൊ അത് ടീച്ചറിന്റെ തല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് കേട്ടൊരു സംഗതി വേറൊരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ പ്രയോഗിക്കും? യെസ്, അപ്പൊ മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ എന്ത് ചെയ്തു? മോളെ, മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ തല എന്നല്ല, മൈ ഹെഡ് എന്റെ തല. അപ്പൊ പിന്നെ കുട്ടി വീണ്ടും വായിച്ചു തുടങ്ങി. അപ്പോ മൈ ഹെഡ് അച്ഛന്റെ തല എന്നായി. മൈ ഹെഡ് അച്ഛന്റെ തല. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് അച്ഛന് ചായ കൊടുക്കാൻ വേണ്ടി അമ്മ വരുന്നത്. അപ്പൊ അമ്മ എന്ത് ചെയ്തു? മകളിൽ തിരുത്തി. യെസ് മോളെ, മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തല എന്നല്ല, മൈ ഹെഡ് എന്റെ തല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ പിന്നെ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും കുറച്ച് വായിച്ച് പഠിച്ചു തുടങ്ങി, മൈ ഹെഡ് അമ്മയുടെ തല. യെസ്, ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം കേട്ടു, ആ കേട്ട കാര്യം വേറൊരാളോട് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും? യെസ്, ഓക്കെ, ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. യെസ്, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അതിന് മുമ്പ് പ്രിയ, Sir. how are you, Priya? Fine, sir. Very good, very good, very good. Where are you from? Perumbavoor. Perumbavoor, yes, the land of wood industries. Okay. Okay. മരത്തിന്റെ വ്യവസായം കൂടുതലുള്ള സ്ഥലമല്ലേ പെരുമ്പാവൂര്? Yes. Okay. Yes, sir. Okay, okay. What is the weather like there? What is the weather like there? Weather, കാലാവസ്ഥ. Normal, sir. Normal, sunny, cloudy, rainy. Sunny. Sunny. Do you like coffee? Yes, sir. Yes. You like coffee or tea? Coffee. Coffee. Which is your favorite color? Red.
Red. Why do you like red the most? Bright. Red is a bright Bright color. color. Red shows is a dangerous color. And you are dangerous? No. No. Yes. Very good, very good, very good, very good. Oh, so red is your favorite color. Can you fluently speak in English? No. No. So let me ask you one more question, which is the last question. Priya, what is your dream job? To become a teacher. To become a teacher. And you are very fond of teaching. Yes. Okay, suppose that you become a teacher. Which teacher is your role model? Or which is your favorite teacher? So, which teacher's method that you want to adopt in your class? In case of teaching. Eliama teacher. Eliama teacher. Can you give a detail about Eliama teacher? It's a good caring Yes. and supporting. Yes. Eliama teacher is your high school teacher or UP school teacher or LP school teacher? High school teacher. High school. Which subject did she teach you? Biology. Biology. Priya, let me tell you one. Shall I guess? Biology is your favorite subject. Am I right? Yes. Yes. It is because of your love to teacher, you studied biology well. Okay. Very good, very good, very good. Okay, Priya, you have done it. Very nice, very nice. Okay. Then, Ramya, alle, Ajiyalalla Ramya alle. Yes, sir. Yes, Ramya, how are you? And Ramya, how are you? I am fine. What about you? Oh, I am also very fine, Ramya. Very good, very good. Thank you. Okay, okay. So, Ramya, what is your dream job? കേട്ടില്ല. What is your dream job? ഒരു പല ജോലികളും കിട്ടിയാൽ പോകും, പക്ഷെ what is your dream job? My dream job is a teacher. To become a teacher. Okay, okay, very good, very good, very good. Yes, okay. Do you have any pets? സാർ പറയണം തിരിയുന്നില്ല സാറേ എനിക്ക്. Do you have any pets? P-E-T-S, pets. പെറ്റോ തിരിയുന്നില്ല. എന്തൊക്കെയാവും? അത് വല്ല ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കിയിട്ടേക്കാണോ? ഇപ്പോഴോ? ഒന്നും കൂടെ പറ. ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? യെസ്. Okay. Yes. Do you have any pets? P-E-T-S, pets. Chicks. Some chicks are in my house. Okay. Yes. Then, are you married? Yes. How do you give and please speak about your husband? My husband name is Aji. He's a handsome and he worked in railway, good shirt. He has a loving and caring. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? കൂടുതൽ പറയണേ മലയാളത്തിൽ പറയും. അതല്ല പെട്ടെന്ന് പറയാൻ പറ്റുന്നോ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ലാണ്ട് പറയാം. However, you have done well. So let me ask you one more question. Which is your favorite food? Favorite? Food. Khana. Okay. Appam, egg.
Appomattox curry is your favorite food. Yes. So, do you remember the last date that you have eaten this Appomattox curry? Today is appam and chutney, but yesterday appam and egg curry. Yes, very good, very good, very good. So that is your favorite food. Okay. Yes. Divya, very good, very good. Okay, okay. Okay. I appreciate Thanks. your presence of mind. Very good, very good. Thank you. Yes. Ankita. Yes, sir. Ankita, how are you? I'm fine, sir. How are you, sir? Yeah, I am also very fine. So let us take into the direct question. Yes, What are sir. your hobbies? My hobbies, sir. Ah, Now my hobby is taking back to kids mother and take a homework, took homework, elder kid, and now my hobbies are empty, sir. I don't have any hobbies now present. time to be hobby. Very Yes, good. sir. Now no time to be hobby. So, which is your favorite tourist destination? Actually, my favorite destination is in India also. Himachal, Arunachal or Himachal, some place. Oh, your Because of Arunachal is your favorite tourist destination. So I ask another question, which is your favorite tourist destination in Kerala? in Kerala, I don't have idea, sir. But Munnar is in my present destination. I always tell to my husband, one day I have to go Munnar because the greenery is very attractive there. Okay, 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 very good, very good. Do you have any siblings? Yes, sir. I have elder brother. Yes, what your concept about life? My life. Life, what life? Not your life. What is your concept about life? ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? What is it? Mm, be happy in present day. Not every day. Be happy present day. If you happy in present, the tomorrow will be more like satisfied. Like that, my aim is, I can say. Okay, okay, very good, very good. Baby is crying. Okay, take care of it. Okay. Yeah. Yes, and Gita, very good, very good, very good, very good. Yes. Sumaya. Sumi. Yes, sir. How are you, Sumaya? Fine. Very good. Where are you from, Sumaya? Kodungalur. Kodungalur. Yes, the land of Muslims. Am I right? Yes. Okay, very good, very good, very good. Yes. Uh, which is your favorite destination? If you get a 2 or 3 days leave, where you want to go? താമസിക്കുന്ന സ്ഥലത്താണ് ഉദ്ദേശിച്ചത്. Ella, or tourist place. ടൂറിസ്റ്റ് മൂന്നാർ. Munnar. Also, Anita also told that she likes Munnar. You are also telling that you like Munnar. Have you gone to Munnar earlier? യെസ്. How many times? കേട്ടില്ല സർ. How many times? മാരേജ് ഫസ്റ്റ് ടൈം. After the marriage, first you will. Okay. ഹണിമൂൺ ട്രിപ്പ്. Yes, very good, very good. Then that will be very sweet. So let me ask you, Sumaya, one more question. Do you have the habit of watching movie? Do you have the habit of watching movies? Film? യെസ് യെസ്. Yes. You like which type? Which language? Hindi, English, Malayalam. മലയാളം. Malayalam. So, which is your favorite movie in Malayalam? മണിച്ചിത്രത്തായി. Manichitradharu. What is the reason? And you for your ഹിസ്റ്റോറിക്കൽ മൂവി മണിച്ചിത്രത്തായി. historical movie? Yes. Then I like the movie. So Mohanlal, Innocent, everybody, so many actors and actresses are there. So, according to you, whose performance was best?
Mohanlal and Shobana. Mohanlal and Shobana. Their performance. Okay. Yes. Do you remember any of the song in that movie? So, Manchitradayana. Yes. Dance performance ഒരു മുறை വന്ന് பார்த்தாய். Yes. Have you the habit of singing? Have you the habit of singing? Yeah. Yes. Then your 2 lines of your favorite song. Melody song, romantic song. My favorite song. Whatever it may be, no problem. Yes. Yeah. Sir, question മനസ്സിലായി. 2 lines of your favorite song. Please sing a song. കടൽ കാറ്റിൻ നെഞ്ചിൽ Yes. കടലായി കടലായി കിടന്ന് സ്നേഹവസന്തം അത് ഇഷ്ടമാണ്. പാട്ടായിട്ട് പാടൂ. പാട്ടായിട്ട് പാടൂ. അയ്യോ പാടാൻ അറിയില്ല സർ. Yes. Okay. Very good. Okay, Sumaya, very good. Over, you respond very quickly and your answers were very correct. Okay. Okay, thank you, sir. Rajesh Rajan. പിന്നെ വരുന്നതായിരിക്കാം. ജസ്ന. നിസാം റഷീദ്. ഷഫീന. Yes, sir. യെസ് അല്ല അവരൊക്കെ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്, പേടിച്ചിട്ടാണ്. ഇനി എന്നോട് അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇവരെല്ലാവരും വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വന്നേക്കണം. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഓക്കെ ഷഫീന, ഹൗ ആർ യു? I am fine, sir. Very good. So there are 12 months: January, February, March, April. So which is your favorite month? Which is your favorite month? Sir, ഒന്നുകൂടി പറയാമോ? റേഞ്ച് ഉണ്ട്. January, February, March, April, like that. 12 months are there. Okay. I like December. You like December? Which is your favorite month? Is December? Oh, December's dream. December in Swapna. Okay. Why do you like December most? Because the winter season is coming in December. Oh, you like winter? Yes, sir. Yes, very good. As you like in the winter, you are always romantic. Not like that. Not like that. Okay. So one more question. There are different seasons: summer, winter, autumn, like that. Which is your favorite season? Winter. Winter. Yes. സാധാരണഗതിയിലെ കലാകാരന്മാരും കലാകാരികളൊക്കെയാണ് വിന്റർ സീസൺ ഇഷ്ടപ്പെടുന്നത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. Yes. Okay. Shabina, do you like traveling? Yes, sir. Yes. Oh, very good. Which are the places that you visited? I visited Munnar. Yes. Malampuzha. Yes. Then Adirapalli. Oh, yes. That's all. Yes. Very good. So, which is your favorite, the most favorite place? Munnar. Munnar. Yes. I like Kashmir also. Oh, you like Kashmir also. That is also the heaven on earth. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീർ എന്നാണ് പറയുന്നത്. Heaven on earth. And it is also snow. And you like winter very much. Yes. Have you the habit of reading books?
Shafina, range Sir, below. could Have not you, hear. have you the habit of reading books? No, sir. I like to drawing. You like to Sing. drawing? Sir. Drawing and Singing. singing. Which type of songs you sing? Melodies. Melody. So which is your favorite Malayalam melody? Song from the movie Agashadud. Agashadud. Yes. So 2 lines from that movie? Yes, sir. Yes. Shafina is getting ready. Yeah. Yes, good. Okay. Shafina, we are not hearing. Shafina, we are not hearing. I could not hear what was the question. Yes. അല്ല ഷെഫീനക്ക് ഇഷ്ടപ്പെട്ടത് മെലഡി സോങ് ആണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു മെലഡി സോങ് പാടാനാണ് പറഞ്ഞത്. Oh, sir. Yes. I can't sing ഞങ്ങള് this time. ഇതിലെ വന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പൊ പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, അതാണ് കുറച്ച് ഡീറ്റെയിൽ എടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അല്ലേ? Yes, you get ready. Okay, okay. However, Shemina, you have done well. Very good, very good, very good. Yes. Thank you, sir. അപ്പൊ ഞാൻ വെറുതെ വെറുതെ നിങ്ങളോട് ചോദിച്ചതാണ്. വളരെ കൃത്യമായിട്ട് എല്ലാവരും മറുപടി പറഞ്ഞിട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് all of you for your wonderful performance. Okay, it's very good, very good, very good. അപ്പൊ ഇനി ഇത് ചോദിക്കും. ഇനി നമുക്ക് വലിയ സ്പീഡിൽ പോകേണ്ട കാര്യമില്ല, അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. Yes, now I am going to ask you some vocabulary questions. Yes. Yes, okay. Naomi, Yes, sir. how are you, Naomi? I'm fine, sir. What about Okay, sir? okay. Yeah, okay, I am also very fine. So, ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷന് പറ്റിയ ഇംഗ്ലീഷ് വേർഡുകൾ നവമി പറഞ്ഞാൽ മതി. ഓരോരുത്തരും പറയുമ്പോൾ കാര്യം പരത്തി പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാൻ പറ്റണം. Okay. Sir, സൗണ്ടിന് എന്തോ ഒരു പതർച്ചയുണ്ട്, കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. ഇവിടെ വായിച്ചു നോക്കിയാൽ കുഴപ്പമുണ്ടെങ്കിൽ എന്റെ പ്രശ്നമാണോ? അവിടെ ഇല്ല, എനിക്കിതാ പ്രോബ്ലം ഉണ്ടോ സൗണ്ട്? എപ്പോഴും ഇല്ല, ചില സമയത്ത് ഒരു പതർച്ച, കറക്റ്റ് എല്ലാ വേർഡ്സും ക്ലിയർ ആവുന്നില്ല. എന്താണോ?
യെസ്, ക്ലിയർ ആയോ? യെസ് പറഞ്ഞോ. യെസ്, ഓക്കെ. അപ്പോ നൗലി കുട്ടികളുമായിട്ട് ഒരു കടപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അപ്പോഴത്തേക്കും കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കണ്ടപ്പോ അവരോട് പറയുന്നു ഓട്ടം നിർത്തുക. ഇംഗ്ലീഷ് പറയും. ഓട്ടം നിർത്തുക. കുട്ടികളോട് പറയാം. പറയൂ, അത് ഇംഗ്ലീഷിൽ പറയാം. പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല ക്വസ്റ്റ്യൻ. അവരോട് എന്താ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ നവമി? കേൾക്കുന്നില്ല സർ. Okay. I will come to you later. Sujita. Stop running. It's like that. Okay. Sujita. Yes sir. സുജിതക്ക് കേൾക്കാൻ കറക്റ്റ് ആയിട്ട്? ഇപ്പൊ കേൾക്കാം, നേരത്തെ കേൾക്കുന്നില്ലായിരുന്നു. Okay. Now clear? Yes sir. അപ്പൊ സുജിതയോട് ചോദിക്കാം. അപ്പൊ സുജിതയോട് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്തിനാണ് മനസ്സിലാവും. യെസ്, ഓക്കെ. അപ്പൊ സുജിത പോകുന്നത് അപ്പൊ കുട്ടികളോട് പറയുന്നത് സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ, എനിക്ക് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇനി സുജിത കുട്ടിയോട് പറയാണ് സോറി പറയും, മാപ്പ് പറയൂ. യെസ്, എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഏറ്റവും ചുരുക്കിയ വാക്കുകൾ പറയാം. ഒന്നുകൂടി പറയാം. സോറി മൈ ഡിയർ അല്ലേ? മാപ്പ് പറയൂ എന്ന് പറയുമ്പോ സേ സോറി കേട്ടോ. പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. സോറി പറയുന്നത് എന്നാണ്, അതാണ് ഞാൻ ഓക്കെ. അതിനോട് ക്ഷമിക്കുക. ഓക്കെ. ഇനി ഒരു ഗ്രൂപ്പില് നിൽക്കുകയാണ്. അപ്പോ അവരോട് സുജിത പറയാണ്, അതിൽപ്പെട്ട ഒരാളോട് പറയാണ് സത്യസന്ധത പുലർത്തുക. ഓക്കെ, എനിക്കിതാ കീപ് ഓണസ്റ്റ് അല്ലെ? കറക്റ്റ് ആണ്. കീപ് ഹോണസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ബി ഓണസ്റ്റ്. ബി ഓണസ്റ്റ്. ഓക്കെ, ബി ഓണസ്റ്റ്. BEB. Then one more question. കൃത്യസമയത്ത് എത്തുക. അതിൽ ഒരാൾ വൈകിയാണ് വന്നത്. അപ്പൊ അയാളോട് സുജിത പറയുന്നു കൃത്യസമയത്ത് എത്തുക. ഓൺ ടൈം കറക്റ്റ് ആണ്. തൊട്ട് ഓക്കെ അമീഷ, ഒരു വാക്ക് കൂടി ചേർത്തേക്ക. ബി ഓൺ ടൈം. ബി ഓൺ ടൈം, കൃത്യസമയത്ത് എത്തുക. ബി ഓൺ ടൈം. ഓക്കെ സുജിത, വെരി ഗുഡ്. അനീഷ. Yes sir. How are you? I'm fine sir. Okay. Yes. അനീഷ പറയാണ് ഒരാളോട് പറയാണ് മര്യാദ പാലിക്കുക. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പൊ അനീഷ മനസ്സിൽ ബാക്കിയുള്ളവരോടൊക്കെ സാറ് എളുപ്പം ചോദിച്ചു, അവയൊക്കെ പറയുന്നു. എന്നോട് വന്നപ്പോ ആ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ചോദിച്ചു അല്ലേ? മര്യാദ. കീപ് മാനേഴ്സ് എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കുറച്ചുകൂടി നല്ലൊരു വാക്കുണ്ട്, ബി പൊളൈറ്റ്. POLIT. ബി പൊളൈറ്റ് എന്ന് വെച്ചാല് മര്യാദയായിരിക്കുക. ബി പൊളൈറ്റ്. ഓക്കെ. അടുത്തത് അറിയാൻ പറ്റും, മിണ്ടാതിരിക്കൂ. Keep silence. അല്ലെങ്കിൽ കീപ് ക്വയറ്റ് എന്ന് കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോ അനീഷയുടെ വീട്ടിൽ കുറച്ച് കുട്ടികൾ വന്നു. അതിലൊരു കുട്ടി അവിടെ ഇരിക്കുന്ന ഓക്കെ അമീഷ ഏതെങ്കിലും ടോയ്സിനെ വളരെ ആഗ്രഹത്തോടു കൂടി നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അമീഷ കുട്ടിയോട് പറയണം എടുത്തോളൂ. Please take it. Please take the dog. കുറച്ച് വാക്കുകൾ പ്ലീസ് അവിടെ ദയവായിട്ട് എടുത്തോളൂ ഇല്ലേ? എടുത്തോളൂ. Take it. Very good. എടുത്തോളൂ. Take it. Yes, very good. You can take it. ഓക്കെ. ഞാൻ പറഞ്ഞത് അപ്പൊ യു ക്യാൻ ടേക്ക് ഇറ്റ്. കുറഞ്ഞ വാക്ക് പറയാം. ഏറ്റവും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ വാക്കിൽ പറയാം. നോക്കാം. ഓക്കെ. ഇനി അമീഷ കുട്ടിയുമായിട്ട്
ഒരു പാർക്കിലേക്ക് പോകുന്നു. അപ്പോ കുട്ടി കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ കുട്ടിയോട് പറയുകയാണ്, എന്റെ കൈ പിടിക്കുക, എന്റെ കൈ പിടിക്കുക. യെസ്. Take my hand. Hold me. Hold my hand. Yes, correct. Yes, hold my hand. Hold my hand. Okay, Amisha. Very good. Okay, hold my hand. Then, Samira. Yes. Then, Amisha Sultana. Sir, How are you? I'm fine, sir. Very good. Thank you. അപ്പൊ അമീഷ വിചാരിക്കുക കുറച്ച് പേരൊക്കെ അമീഷ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്ത് എല്ലാവരും വന്ന, പക്ഷെ പരിപാടി നടന്നില്ല. എവിടേക്കോ പാലിച്ചോ പറ്റിയ സംഗതി വർക്കൗട്ട് ആയില്ല. അപ്പൊ അമീഷ അവരോട് ചോദിക്കുകയാണ്, വീണ്ടും എന്ത്? ഇംഗ്ലീഷ് ചോദിക്കുക. എന്ത്? ആ, വീണ്ടും എന്ത്? What next? അടുത്തത് എന്ത്? ആ നെക്സ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വീണ്ടും എന്നാക്കാൻ വേണ്ടിട്ട് എഗെയിൻ ചേർക്കാം. അപ്പൊ എന്തായി? വാട്ട് എഗെയിൻ. വാട്ട് എഗെയിൻ കേട്ടോ. വാട്ട് എഗെയിൻ ചോദിക്കാം. യെസ്. അപ്പോ അമീഷ കുട്ടികളോട് പറയുന്നു, നീ ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് പറയണം, കിടക്ക റെഡിയാക്കുക, അല്ലെങ്കിൽ ബെഡ് റെഡിയാക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയണം. യെസ്. Clean your bed. അത് വൃത്തിയാക്കാവുന്നതാണ്. ക്ലീൻ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അവിടെ മേക്ക് പറയാം. മേക്ക് യുവർ ബെഡ്. എന്നാല് കിടക്ക റെഡിയാക്കുക. മേക്ക് യുവർ ബെഡ്. യെസ്. 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 കുറച്ച് കുട്ടികളൊക്കെ അമീഷയുടെ വീട്ടിൽ നിന്ന് വിചാരിക്കാം. അപ്പൊ കുറച്ചുപേര് താഴെ നിന്ന് കളിക്കണം. ബാക്കിയുള്ളവരോട് അമീഷ പറയണം, മുകളിലേക്ക് പോവുക. Go upstairs. Very good, Amisha. Go upstairs. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് പറയണേ. ഇത് കറക്റ്റ് ആണ്. Go upstairs. Very good. യെസ്. അങ്ങനെ പോകുന്നപ്പോ ഉള്ള കുട്ടികൾ ഒരു കുട്ടിയോട് പറയണം, ഇവിടെ നോക്കൂ. Look here. Very good. Look here. Yes. Correct ആണ്. Look here. ഇങ്ങോട്ട് See here ആവുന്നില്ല സർ. See here അല്ല. കാണുന്നത് ആക്സിഡന്റിലാണ്. പലതും നമ്മൾ കണ്ടു. നോക്കണത് നമ്മൾ പർപ്പസ്ഫുള്ളി നോക്കണം. യെസ്. രണ്ടാണ് കേട്ടോ. യെസ്. അമീഷ ഒരു ചോദ്യം കൂടി പറഞ്ഞാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Be a good friend. കറക്റ്റ്. തുടക്കമൊക്കെ കറക്റ്റ് ആണ്. ഇടക്കൊന്ന് റെഡിയാക്കിയാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Be a good person. Be a good person. ഓക്കെ ശ്രീത കണ്ടു. യെസ് പറഞ്ഞോളൂ അമീഷ. ബി പൊളൈറ്റ് ടു യുവർ ഫ്രണ്ട്സ് എന്നാണ് ഇപ്പൊ സുജിത് എഴുതിയത്. ആ പൊളൈറ്റ് എന്ന് പറയുന്ന കുഴപ്പമില്ല, ശരിയാണ്. ആ പൊളൈറ്റിന്റെ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ ചെറിയൊരു വാക്ക് ഉപയോഗിക്കാം. ബി നൈസ്. NICE. നൈസ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ ബി നൈസ് ടു യുവർ
friends. Okay? Okay, sir. Very good, very good, very good. Yes. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം നന്നായിരുന്നു. വീണ്ടും നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ആമുഖമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചധികം സമയം വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ എടുക്കാണ്ടിരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിപ്പോർട്ട് സ്പീച്ച് ആയിട്ട് വീണ്ടും കാണാം. സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് we will meet in the next class. താങ്ക് യു സാർ. നാളെ സാറിന് കാണോ? താങ്ക് യു സർ. Thank you, sir. നാളെ സാറിന്റെ ക്ലാസ് ആണോന്ന് ചോദിച്ചത്. നാളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. No sir, every Friday you taking class, right sir, today? So he asking. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ 2 ടീച്ചർമാര് ലീവ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് വരുമോ പറയാൻ പറ്റില്ല. വരണമെങ്കിൽ ഓക്കെ. Okay, thank you sir. ഓക്കെ വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ.